ഹായ് ഓൾ, ഏവർക്കും സ്പോർട്സ് പാലായിലേക്ക് സ്വാഗതം. റാക്കറ്റ് കെട്ടി കഴിയുമ്പോൾ നമുക്കെല്ലാമുള്ള ഒരു സംശയമാണ് ഇത്ര എൽ ബി എസിൽ റാക്കറ്റ് സ്ട്രിങ് ചെയ്യണമെന്നുള്ളത്. ഒത്തിരി പേര് വന്നിട്ട് 30 LBS, 35 LBS, ചിലർ റാക്കറ്റുകളിൽ 40 LBS എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി പേരുടെ ഡൗട്ടാണ്. സാധാരണ സ്ഥിരം കളിക്കുന്ന ടൂർണമെന്റുകളൊക്കെ പങ്കെടുക്കുന്ന ഒട്ടുമിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവർ സ്ഥിരമായി ഒരു ടെൻഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അവരുടെ കളിയെയും അവരുടെ ആ രീതികളെയും ആശ്രയിച്ച് ഉള്ള സ്ട്രിങ്ങിങ് ആയിരിക്കും അവർ സജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതറിയത്തില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇന്റർനാഷണൽ പ്ലേയേഴ്സ്, ഫെദറെ കളിക്കുന്ന ആളുകൾ, ഇവരൊക്കെ ഒരു 30 LBS to 33 LBS വരെ പോകാറുണ്ട്. എന്നാൽ നമ്മൾ ഈ മാവിസ് 350 പ്ലാസ്റ്റിക് കോർക്കൽ കളിക്കുമ്പോൾ നമുക്ക് 26 LBS to 28 LBS വരെ മാക്സിമം മതിയാകും. കാരണം നമുക്ക് ആ വള്ളിയുടെ ഒരു ഫ്ലെക്സിബിലിറ്റിയും ഒരു പുള്ളിങ്ങും, ഒറ്റവാക്കി പറഞ്ഞാൽ നമ്മൾ തെറ്റാലിയിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഈ സ്ട്രിങ്ങിലും വരുന്നത്. അപ്പോൾ ഒരു പുള്ളിങ് പവർ കിട്ടിയാൽ മാത്രമേ ശരിക്കും സ്മാഷ് പോവുകയുള്ളൂ. ടെൻഷൻ കൂടുന്തോറും കൺട്രോൾ ലഭിക്കും, നമുക്ക് കറക്റ്റ് പ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷെ സ്മാഷ് അടിക്കുന്ന ഒരു പ്ലെയറിനെ സംബന്ധിച്ച് ഒരിക്കലും ടെൻഷൻ കൂട്ടി സ്വിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് യഥാർത്ഥ രീതിയിൽ കളിക്കാനോ ഒരു സ്മാഷ് കറക്റ്റ് ഫിനിഷ് ചെയ്യാനോ സാധിക്കത്തില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ ചില സമയം 30 LBS കിട്ടിയാലേ സെറ്റ് ആകത്തുള്ളൂ, അതിൻ്റെ മുകളിൽ കിട്ടിയാലേ സെറ്റ് ആകത്തുള്ളൂ. അങ്ങനെയുള്ളവർ ഒറ്റയടിക്ക് ഇത് കേട്ട് മാറ്റാൻ നിൽക്കരുത്. നിങ്ങളുടെ കളിയെ അത് സാരമായി ബാധിക്കും. നല്ല രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കളിക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അല്ലാത്തവർക്ക് വേണ്ടി നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു 24 to 26 LBS ടെൻഷനിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് കളി പെർഫോം ചെയ്യാൻ സാധിക്കും. പിന്നെ വേറൊരു പ്രശ്നം ഇതിൻ്റെ അകത്ത് വരുന്നത്, നമ്മളിപ്പം ടെൻഷൻ 26 ഇട്ട് കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കളിച്ചു കഴിയുമ്പോൾ അതൊന്ന് ലൂസായിട്ട് ചിലപ്പോൾ 24-ലേക്കോ ചിലപ്പോൾ 25-ലേക്കോ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ എപ്പോഴും ടെൻഷൻ പറഞ്ഞ് സ്ട്രിങ് ചെയ്യിപ്പിക്കുവാൻ. അപ്പോൾ ഒത്തിരി സ്ട്രിങ് കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒത്തിരി ടെൻഷൻ കയറി കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു പ്രയോജനവുമില്ല. പ്ലേസ് ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ അതൊരു സന്തോഷമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇത് കറക്റ്റ് പ്ലേസ് ചെയ്യാൻ ഉതകാം. അതിലുപരിയായി നമുക്കതൊരു ഒരു ബെറ്റർ പെർഫോമൻസ് കൊണ്ടുവരാൻ ഒരിക്കലും സാധിക്കത്തില്ല. അതുകൊണ്ട് ടെൻഷൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 26 to 28 അതിൻ്റെ അകത്ത് നിർത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ബാറ്റിൻ്റെ കപ്പാസിറ്റി നോക്കണം, നിങ്ങളുടെ വള്ളിയുടെ ലൈഫ് നോക്കണം. ടെൻഷൻ കൂടുന്നവർ ഇതെല്ലാം കുറഞ്ഞു പോകുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് മിതമായ അളവ് 24 to 26 ഇടയ്ക്ക് സ്വിങ് ചെയ്താൽ അതായിരിക്കും ഏറ്റവും ഉചിതം.